പാകിസ്ഥാൻ സൈന്യം അടിമുടി മാറുകയാണ്. അതിർത്തിക്കപ്പുറത്ത് നിന്ന് കേൾക്കുന്നത് വെറുമൊരു ഭരണമാറ്റത്തിന്റെ മാത്രം ശബ്ദമല്ല, മറിച്ചൊരു ഇസ്ലാമിക് ആർമിയുടെ ഉദയമാണ്. ഇന്ത്യ അതീവ ജാഗ്രതയോടെ കാണേണ്ട ഒരു മാറ്റം അവിടെ സംഭവിച്ചു തുടങ്ങിക്കഴിഞ്ഞു. പാകിസ്ഥാൻ കരസേനാ മേധാവി ജനറൽ അസീം മുനീറിന്റെ നേതൃത്വത്തിൽ പാക് സൈന്യം അതിന്റെ പ്രൊഫഷണൽ മുഖം ഉപേക്ഷിച്ച് മതപരമായിട്ടുള്ള വേരുകളിലേക്ക് മടങ്ങുകയാണ്. പാകിസ്ഥാൻ നിർമ്മിക്കപ്പെട്ടത് ഇസ്ലാമിന്റെ പേരിലാണെന്നും ഇപ്പോൾ രാജ്യം അതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണെന്നുമാണ് ലാഹോറിൽ നടന്ന ചടങ്ങിൽ മുനീർ പ്രഖ്യാപിച്ചത്. വെറുമൊരു സൈനിക മേധാവി മാത്രമല്ല, ഖുറാൻ മുഴുവൻ മനഃപ്പാഠമാക്കിയ ഒരു ഹാഫിസി ഖുറാൻ കൂടിയാണ് അദ്ദേഹം, മതപണ്ഡിതൻ കൂടിയാണ് അദ്ദേഹം. പാക് സൈന്യത്തെ ഒരു മതശക്തിയാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. യാതൊരു ഒളിവും മറയുമില്ലാതെ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. ഇതൊരു പുതിയ നീക്കമല്ല. 1980കളിൽ മുൻ സൈനിക ഏകാധിപതി ജനറൽ സിയാ ഉൽ ഹഖ് കണ്ട സ്വപ്നമാണ് ഇപ്പോൾ മുനീറിലൂടെ നടപ്പാക്കുന്നത്. പാശ്ചാത്യ സംഗീതവും വിസ്കിയും ആസ്വദിച്ചിരുന്ന സാൻഡ്ഹേഴ്സ് പരിശീലനം ലഭിച്ച പഴയ ജനറൽമാരിൽ നിന്ന് പാക് സൈന്യം ഒരുപാട് മാറിക്കഴിഞ്ഞു. മദ്യത്തിൽ നിന്നും പാശ്ചാത്യ രീതികളിൽ നിന്നും അകന്നു നിൽക്കുന്ന അസീം മുനീർ ഒരു തികഞ്ഞ മതരാഷ്ട്രം സൃഷ്ടിക്കാനുള്ള സിഎയുടെ പാതയിലാണ് സഞ്ചരിക്കുന്നത്. സിഎയ്ക്ക് പൂർത്തിയാക്കാൻ കഴിയാത്തത് മുനീർ നടപ്പിലാക്കുകയാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എതിരാളികളെയും കലാപകാരികളെയും വിശേഷിപ്പിക്കാൻ ഫിത്ന അൽ ഖവാരിജ, ഫിത്ന അൽ ഹിന്ദ് തുടങ്ങിയ 7-ാം നൂറ്റാണ്ടിലെ മതപരമായിട്ടുള്ള പദങ്ങളാണ് പാക് സൈന്യം ഇപ്പോൾ ഔദ്യോഗികമായി ഉപയോഗിക്കുന്നത്. അയൽ രാജ്യത്തെ സൈന്യം ഒരു പ്രൊഫഷണൽ ഫോഴ്സ് എന്നതിലുപരി മതപരമായിട്ടുള്ള തീവ്രതയുള്ള ഒരു സേനയായിട്ട് മാറുമ്പോൾ അത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഉയർത്തുന്ന ഭീഷണി ഒട്ടും തന്നെ ചെറുതല്ല. ചുരുക്കത്തിൽ നമ്മുടെ അയൽപ്പക്കത്ത് രൂപപ്പെടുന്നത് കേവലം ഒരു സൈനിക ശക്തിയല്ല, മറിച്ച് മതാധിഷ്ഠിതമായിട്ടുള്ള ഒരു സൈന്യമാണ്. അപ്പോൾ അസീം മുനീറിന്റെ ഈ ഇസ്ലാമികവൽക്കരണം, പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഈ ഇസ്ലാമികവൽക്കരണം മേഖലയിലെ സമാധാനത്തിന് വലിയ വെല്ലുവിളി തന്നെ ഉയർത്തിയേക്കാം. ന്യൂസ് ഇന്ത്യ മലയാളം.